നമുക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് സ്കൂൾ കാലഘട്ടങ്ങളിലൊക്കെ ചെറിയ രീതിയിലുള്ള റാഗിങ് ഒക്കെ. ആ റാഗിങ് ഒക്കെ നമ്മൾ വളരെ തമാശ രൂപേണ തന്നെയാണ് കണ്ടിട്ടുള്ളത്. ആ ബട്ടൺ ഒന്ന് ഇടൂ, ഒരു പാട്ട് പാടൂ, ഒന്ന് നൃത്തം ചെയ്യൂ എന്നൊക്കെ പറയുമ്പോൾ നമ്മളതൊരു തമാശയിലെ തന്നെ എടുത്തത്. പക്ഷെ 10ാം ക്ലാസ് വരെ എനിക്കൊരു റാഗിങ് ഉണ്ടായിട്ടില്ല. പിന്നെ അങ്ങോട്ടാണ് റാഗിങ്ങുകളൊക്കെ ഉണ്ടായിട്ടുള്ളത്. എല്ലാവരും അനുഭവം അതാണ്. പക്ഷെ 10ാം ക്ലാസ്സിനകത്ത് റാഗിങ് ഉണ്ടാവുകയും അത് വലിയ രീതിയിലൊക്കെ ക്രൈം ആവുകയും മാറുന്നത് കേട്ടിട്ടുണ്ടോ? തൃപ്പൂണിത്തറയിലെ ഗ്ലോബൽ സ്കൂളിൽ നടന്ന ഒരു കാര്യമാണ്, ഒരു പബ്ലിക് സ്കൂളിൽ നടന്ന ഒരു കാര്യമാണ്. ഒരു പയ്യനെ ചെയ്യിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്തു. ശരിക്കത് പറയുമ്പോൾ നമുക്ക് വലിയ വിഷമമുണ്ട്. അവന്റെ മുഖവും കാര്യങ്ങളൊന്നും ഞാൻ കാണിക്കില്ല, കാരണം 15 വയസ്സുള്ള ഒരു പയ്യനാണ്. ഇനി കാണിക്കാൻ ഒരു അവസരം കിട്ടിയാലും കാണിക്കില്ല, അത് വേറെ കാര്യം. കാരണം ഒരു പയ്യന്റെ മാനാഭിമാനത്തിന് വില പറയുന്നതിന് തുല്യമാണ് അതൊക്കെ, അല്ലെ? നമുക്കും ഉണ്ടല്ലോ മാനാഭിമാനങ്ങളൊക്കെ. ഓക്കെ, എന്തായാലും ആ ഒരു പയ്യന്റെ അമ്മാവൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. നമ്മുടെ മക്കൾക്ക് ഇത്ര അനുഭവങ്ങൾ ഉണ്ടാവുമ്പോൾ അത് ആ മക്കൾ നമ്മൾ അറിയിക്കാതിരിക്കുന്ന അവസ്ഥയിലാണ് ഇത്തരം കാര്യങ്ങൾ സംഭവിക്കുന്നത് എന്നുള്ളതാണ്. കേൾക്കാം. അങ്ങനെ ഫോഴ്സ്ഫുള്ളി ടോയ്ലറ്റിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ ക്ലോസറ്റിൽ ലിക്ക് ചെയ്യിപ്പിക്കും. അതേപോലെ ക്ലോസറ്റിൻ്റെ ഉള്ളിലേക്ക് തലയിടിട്ട് ഫ്ലഷ് ചെയ്യുകയും ചെയ്തു. പിന്നെ ഈ സംഭവം നടന്ന അന്ന് വരെ ബസ്സിൽ അവനെ ഫിസിക്കലി അസോൾട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയതിൽ നിന്ന്. ജെംസ് സ്കൂളിൽ നിന്നും നേരെ ഗ്ലോബൽ സ്കൂളിലേക്ക് പയ്യൻ മാറുകയാണ്. പുതിയൊരു കുട്ടി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇവനെ ഒന്ന് റാഗ് ചെയ്യാം എന്നുള്ള മനോഭാവത്തോടു കൂടി ഇവർ ചെയ്തു കൂട്ടിയ കാര്യങ്ങളാണ് കേട്ടത്. ഒരു കുട്ടിയെ കൊണ്ടുപോയിട്ട് ടോയ്ലറ്റ് നക്കിക്കുന്നു, ഫ്ലഷ് ചെയ്യുന്നതിന്റെ മുകളിലൂടെ. പിന്നെ നിരന്തരമായിട്ട് ഇത് ഇവരിങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കുക. ബസ്സിൽ നിന്നും കളിയാക്കുന്നുണ്ട്, സ്കൂളുകളിൽ പല സ്ഥലങ്ങളിൽ ഇത് കളിയാക്കുന്നു, വാട്സപ്പുകളിലൂടെ ചാറ്റുകളിലൂടെ ഇവൻ അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുന്നു. ആ ഒരു പയ്യൻ ഇത് വീട്ടുകാരെ അറിയിക്കാതെ പരമാവധി പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നിരുന്നാൽ പോലും അവനെ ഇങ്ങനെ ബുദ്ധിമുട്ടിച്ച് അവസാനം അവൻ ആ സ്കൂളിന്റെ മുകളിൽ നിന്ന് ചാടി. ഇതാണ് സംഭവം. നമ്മളെ നാട്ടിലുണ്ട് സ്കൂളുകളൊക്കെ. നമ്മളിങ്ങനെ വാർത്തകൾ കേൾക്കാറുണ്ടോ? കേൾക്കേണ്ടി വരും ഇനി. കാരണം ആ ഒരു രീതിയിലേക്ക് നമ്മുടെ ജനറേഷൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. +2 കഴിഞ്ഞ് ഡിഗ്രി ഒക്കെ പഠിക്കുന്ന, അതും കഴിഞ്ഞ് അപ്പുറത്തേക്ക് പഠിക്കുന്ന ആളുകളുടെ ഇടയിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. മെഡിസിൻ ഒക്കെ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാവുന്നതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അത് നമുക്കൊരു അത്ഭുതം തന്നെയായിരുന്നു. പക്ഷെ ആ അത്ഭുതങ്ങളൊക്കെ മാറി ഇപ്പോഴത്തെ ചെറിയ സ്കൂളുകളിൽ പോലും ഇത്തരം അനുഭവങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ സ്കൂളുകളിലൊക്കെ പഠിക്കാൻ വരുന്ന കുട്ടികളുടെ മനോനില ഒന്ന് ആലോചിച്ച് നോക്കി. അവരൊക്കെ ക്രിമിനൽ മനോഭാവത്തോടു കൂടി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. എത്രയും പെട്ടെന്ന് എല്ലാത്തിനും തൂക്കിയെടുക്കുക. ഇവർക്ക് സ്വഭാവ സർട്ടിഫിക്കറ്റ് ഒന്നും കൊടുക്കണ്ട, ഇവരൊന്നും പഠിക്കേണ്ട. ഇനി ഇവരെ കൊണ്ടുപോയി പഠിപ്പിക്കേണ്ടത് അങ്ങ് പോലീസ് സ്റ്റേഷന്റെ അകത്ത് വെച്ചിട്ട് തന്നെയാണ്. അവിടെ നിന്ന് തന്നെയാണ് പഠിപ്പിക്കേണ്ടത്. ആ വാർത്തയുടെ കുറച്ച് ഭാഗങ്ങളൊന്ന് കേൾക്കുക, കുറച്ച് ചർച്ച ചെയ്യാനുണ്ട്, അതുകൊണ്ടാണ്. കഴിഞ്ഞ 15-ാം തീയതിയാണ് കുട്ടി താമസിച്ചിരുന്ന ഫ്ളാറ്റിന് മുകളിൽ നിന്നും താഴേക്ക് ചാടി ആത്മഹത്യ ചെയ്യുന്നത്. ആ സമയങ്ങളിൽ തന്നെ കുട്ടി മാനസികമായിട്ടുള്ള പിരിമുറുക്കത്തിലായിരുന്നു, അല്ലെങ്കിൽ അത്തരത്തിലുള്ള പീഡനങ്ങൾ അനുഭവിച്ചിരുന്നു എന്നത് സംബന്ധിച്ച ഒരു സൂചനയും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. നിറത്തിന്റെ പേരിലുള്ള പീഡനങ്ങൾ കുട്ടി ഏറ്റിരുന്നു. ഒപ്പം ഈ സ്കൂൾ ബസ്സിൽ വെച്ചും ക്ലാസ് റൂമിൽ വെച്ചും അതുപോലെ തന്നെ ശുചിമുറിയിലടക്കം വെച്ചും കുട്ടി വലിയ പീഡനങ്ങൾക്ക് ഇരയായി എന്നതാണ് അമ്മ പറയുന്നത്. അമ്മ ഇറക്കിയ പത്രക്കുറിപ്പിലാണ് ഇത്തരത്തിലൊരു കാര്യം പറയുന്നത്. ഈ മറ്റു കുട്ടികൾ ഈ വാഷ്റൂമിലടക്കം കൊണ്ടുപോയി ക്ലോസറ്റിൽ തലമുട്ടിക്കുന്നതും ഒക്കെ അത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള ഒരു പീഡനങ്ങൾക്ക് കുട്ടി ഇരയായിട്ടുണ്ട് എന്നാണ് അമ്മ പറയുന്നത്. ഈ പീഡനങ്ങളെ സംബന്ധിച്ച് കുടുംബത്തിന് ചെറിയ രീതിയിലുള്ള സൂചനകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതിൽ കൃത്യമായിട്ടുള്ള ഒരു വ്യക്തത ഉണ്ടായിരുന്നില്ല. കുട്ടിയുടെ ഒരു മരണശേഷം ഇതിനെപ്പറ്റി കൂടുതൽ കുടുംബം അന്വേഷിച്ചപ്പോഴാണ് മറ്റ് വിദ്യാർത്ഥികളിൽ നിന്നും സഹപാഠികളിൽ നിന്നും ഇത്തരത്തിലുള്ള ഒരു കാര്യം മാതാപിതാക്കൾ അറിയുന്നത്. മാത്രമല്ല ഇതിന്റെ കുറച്ച് സ്ക്രീൻഷോട്ടുകൾ കൂടി ഈ മാതാപിതാക്കൾ പുറത്തുവിട്ടിട്ടുണ്ട്. ഈ നിറത്തിന്റെ പേരിൽ ആ കുട്ടിയെ ആദ്യം സ്കൂളിൽ വന്ന സമയത്ത് അവർ പരമാവധി കളിയാക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം സീനിയേഴ്സ് എന്ന് പറയുന്ന ആരാണ് ചെയ്തതെന്ന് അറിയില്ല. ചിലപ്പോൾ സഹപാഠികളാവും, സീനിയേഴ്സ് ആവണമെന്ന് ഉറപ്പൊന്നുമില്ല, ആരാണെന്ന് ആർക്കും അറിയില്ല. കുറെ വാട്സപ്പ് ചാറ്റുകൾ പുറത്തേക്ക് വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം നടന്നു എന്നറിയുന്നത്. അത് എന്തൊക്കെ നടന്നു എന്നറിയുന്നത് കുട്ടിയെ കൊണ്ട് ചെയ്യിക്കാൻ പാടില്ലാത്ത രീതിയിൽ ആ ചെയ്ത വൃത്തികേടുകൾ നിങ്ങൾ കേട്ടല്ലോ. ഇനി അത് ആവർത്തിക്കാൻ വയ്യ. അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ ചെയ്യിച്ചിട്ടാണ് ആ പയ്യനെ സഹിക്കാൻ വയ്യാതെ സ്കൂൾ ബസ്സിൽ നിന്നും കളിയാക്കുന്നു, സ്കൂളുകളിൽ നിന്ന് കളിയാക്കുന്നു, പല രീതിയിൽ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ ആ പയ്യന് ഒരു രക്ഷയുമില്ല എന്ന് തോന്നിയപ്പോഴാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത്. അവന്റെ സുഹൃത്തുക്കൾക്ക് ഒരു പക്ഷെ വീട്ടുകാരോട് പറയാറുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ പുതുതായി സ്കൂളിൽ വന്ന ഒരു പയ്യൻ, ആ പയ്യൻ അധികം ആയിട്ടൊന്നുമില്ല, കുറച്ച് സുഹൃത്തുക്കൾ ഉണ്ടെങ്കിലുണ്ട്, അവര് പോലും പറയാതിരിക്കാൻ കാരണം ആ പയ്യൻ ആരോടും പറയണ്ട എന്ന് പറഞ്ഞുകൊണ്ടാ. എങ്ങനെയെങ്കിലും ഇതിൽ ഓവർകം ചെയ്തു വരാം എന്ന് ധരിക്കുമ്പോഴേക്കും ഈ പയ്യന്മാര് നിരന്തരമായിട്ട് അവനെ ഈ ഒരു രീതിയിൽ ക്രൂശിക്കുന്നു. ആ സ്കൂൾ മാനേജ്മെന്റ് ഇത് ഒന്നും അറിഞ്ഞില്ലട്ടാ. ഗ്ലോബൽ സ്കൂളാണ്, തൃപ്പൂണിത്തറയാണ്. അവിടെ നിങ്ങൾ മക്കളെ പഠിക്കാൻ വിടുമ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കുക. ഇവരെല്ലാവരും വിദ്യാഭ്യാസം ഒരു ബിസിനസ്സായി മാത്രം കാണുന്ന ആളുകളാണ്. പരമാവധി നമ്മുടെ മക്കളെ ഒരു 10ാം ക്ലാസ് വരെയെങ്കിലും ഗവൺമെന്റ് സ്കൂളുകളിൽ വിട്ടു പഠിക്കാനുള്ള ഒരു ശ്രമം നടത്തണം കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഇവർ ഇമാതിരി പരിപാടികളൊക്കെ ചെയ്യുക. നമ്മൾ ഏറ്റവും കൂടുതൽ ഇത്തരം റാഗിങ്, കൊലപാതകങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേട്ടിട്ടുള്ളത് പ്രൈവറ്റ് സ്കൂളുകളിൽ വെച്ച് നടന്ന കാര്യങ്ങളാണ്, അല്ലെ?
അപ്പോൾ അത്തരം പ്രൈവറ്റ് സ്കൂളുകൾ ഇതൊന്നും ശ്രദ്ധിക്കുക പോലുമില്ല. ഫാമിലി ഇവരോട് ചോദിക്കുന്നു ഇങ്ങനെ സംഭവം ഉണ്ടായല്ലോ എന്ന് ചോദിച്ചപ്പോൾ ഒരു കൈമലർത്ത് ഞങ്ങൾക്കറിയില്ല എന്നാണ് പറയുന്നത്. കുറേ വാട്സപ്പ് സന്ദേശങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ ആ സ്കൂളിലെ മാനേജ്മെന്റിന് വിട്ടുകൊടുക്കുമ്പോൾ അവരത് പരിശോധിക്കുക പോലും ചെയ്തിട്ടില്ല. ഇതൊക്കെ പോലീസുകാർ നോക്കിക്കോളൂ, നിങ്ങൾ നോക്കണ്ട എന്ന് ആ മരണപ്പെട്ട കുട്ടിയുടെ ഫാമിലിയോട് പറയുന്നു എന്നുള്ളതാണ്. എങ്ങനെയുണ്ട്? നമ്മൾ പണ്ടെങ്ങാനും കേട്ടിട്ടുണ്ടോ ഇങ്ങനെയുള്ള റാഗിങ് വാർത്തകൾ? ഇല്ലല്ലോ. അതാണ് ഇപ്പോഴത്തെ സിനിമകളും അതിനൊക്കെ നല്ല രീതിയിൽ മാതൃകാപരമായിട്ടാണല്ലോ പല സിനിമകളും. ആവേശം എന്ന സിനിമ, അതുപോലെ ഇപ്പോ ലാസ്റ്റ് വന്ന സിനിമ ഏതാണ്, നമ്മളെ മാർക്കോ എന്ന സിനിമ. ഈ 2 സിനിമകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. വളരെ ഇൻസ്പിറേഷൻ ആയിട്ട് ആണ് ഈ ഒരു സാധനമൊക്കെ ഈ കുട്ടികൾ കണ്ടിട്ടുള്ളത് എന്നുള്ളതാണ്. അത് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരിക്കലും സിനിമ എന്ന് പറയുന്ന സാധനത്തെ പൂർണ്ണമായി അടിച്ച് ആക്ഷേപിക്കുകയല്ല, പക്ഷേ ഇതിന് വലിയ സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ആ കുട്ടിയുടെ അമ്മാവൻ കുറച്ച് കാര്യങ്ങൾ കൂടിയും പറയുന്നുണ്ടെന്ന് കേൾക്കാം. ഏത് ക്ലാസ്സിലാണെന്നുള്ളത് അതൊക്കെ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് ആ ചാറ്റിലാണ് കണ്ടിട്ടുള്ളത്. ആ ചാറ്റിൽ അതേത് ക്ലാസ്സാണ് എന്നുള്ളതൊന്നും മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പം ഇതൊക്കെ നമുക്ക് സ്കൂളാണ് ഈ ഇൻഫർമേഷൻ തരേണ്ടത്, ആരാണ് ചെയ്തത്, എന്താണ് ഇൻസിഡൻറ്റ് നടന്നത് എന്നുള്ളത്. ഓക്കെ, ചാറ്റിൽ നിന്നാണ് അവർക്ക് ഡീറ്റെയിൽസ് കിട്ടുന്നത് ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്ന്. പക്ഷേ ഏത് കുട്ടി ഏത് ക്ലാസ് ഒന്നും നമുക്കറിയില്ല. അവരത് കോളേജിനെ സമീപിക്കുമ്പോൾ, കോളേജല്ല സ്കൂളിനെ സമീപിക്കുമ്പോൾ മാനേജ്മെന്റ് ഒരു തരത്തിൽ സഹകരിക്കുന്നില്ല. പോലീസുകാരായിട്ട് മിണ്ടിക്കോളാട്ടാന്നാ പറയുന്നത്. പൈസയുള്ള ടീമാണ്, ഇതാറ്റ ഒതുക്കി തീർത്തിട്ടുണ്ടെങ്കിൽ പൊന്നുമക്കളെ. പിന്നെ ഈ നിയമ സംവിധാനത്തിനോടുള്ള ഒരു താല്പര്യം എല്ലാവർക്കും കുറേ വെറുപ്പ് വീണ്ടും വീണ്ടും സമ്പാദിക്കേണ്ടി വരും. ദയവ് ചെയ്ത് വീഡിയോ കാണുന്ന ആളുകൾ നിങ്ങളുടെ മക്കളെ ഇത്തരം പ്രൈവറ്റ് സ്കൂളുകളിലേക്ക് അയക്കുമ്പോൾ, അത്തരം സ്കൂളുകൾ നല്ല രീതിയിലല്ല നമ്മളെ കുട്ടികളെ ട്രീറ്റ് ചെയ്യുന്നത് എങ്കിൽ ഉടനെ തന്നെ സ്കൂളിൽ നിന്ന് പേര് വെട്ടി ഗവൺമെന്റ് സ്കൂളിലേക്ക് ചേർക്കാനുള്ള പരിപാടി ചെയ്യുക. പ്രൈവറ്റ് സ്കൂളിൽ പഠിച്ചാലേ ഞങ്ങളെ സ്റ്റാറ്റസിന് വലുതുള്ളൂ എന്നൊക്കെ ചിന്തിക്കുമ്പോൾ ഇങ്ങനെയുള്ള സ്റ്റാറ്റസ് ഇല്ലായ്മകളും അവിടെ നടക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കണം. ഇല്ല, ഇതിനെ പറ്റിയിട്ട് മിഹിർ ഒന്നും വീട്ടിൽ പറഞ്ഞിട്ടുണ്ടായില്ല. പക്ഷെ അവൻ്റെ ഈ മരണത്തിന് ശേഷം അവൻ്റെ ഫ്രണ്ട്സ് നമ്മളോട് ഷെയർ ചെയ്തപ്പം അവൻ ഉറപ്പ് വരുത്തിയിട്ടുണ്ടായിരുന്നു ഫ്രണ്ട്സ് ഇത് വീട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യില്ല എന്നുള്ളത്. തീർച്ചയായിട്ടും ആ ഒരു പയ്യൻ ചിന്തിച്ച എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടുകാരെ വിഷമിപ്പിക്കണ്ട എന്ന് ധരിച്ചു വെച്ചിട്ടാവും ആ ഒരു പയ്യൻ എന്ത് ചെയ്യുന്നത്, ഇത് പറയണ്ടെന്ന് പറയുന്നത്. പക്ഷെ കുട്ടി മരിക്കാണ്ട ഒരു സാഹചര്യം എത്തിയ പയ്യൻ അത് ചെയ്തതിനു ശേഷം പിന്നെ ആ കുട്ടികൾ ആ വീട്ടുകാരെ അറിയിച്ചു, വീട്ടുകാർക്ക് പരമാവധി കാര്യങ്ങൾ കൊടുത്തു. ഇതൊക്കെ പോലീസുകാർക്കും ഒരു കൈമാറ്റം ചെയ്തിട്ടുണ്ട്, ഈ രേഖകൾ, കിട്ടിയ രേഖകളൊക്കെ. ജെംസ് എന്ന സ്കൂളിൽ നിന്നാണ് ഈ ഒരു പയ്യൻ നേരെ ഗ്ലോബൽ സ്കൂളിലേക്ക് വരുന്നത്. അപ്പൊ ജെംസ് സ്കൂളിൽ ഈ കുട്ടിക്ക് പ്രീവിയസ് ആയിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന ചോദ്യത്തിനുള്ള മറുപടി അമ്മാവൻ പറയുന്നുണ്ട്. അവിടെ മിഹിറിൻ്റെ ഒരു മിസ്കണ്ടക്ട് കാരണം മിഹിറിന് ഒരു സസ്പെൻഷൻ കിട്ടി. അവിടെ ഒരു 7 days സസ്പെൻഷൻ. ആ 7 days സസ്പെൻഷന് ശേഷവും അവിടുത്തെ വൈസ് പ്രിൻസിപ്പൽ അവരൊറ്റൊരു നിർബന്ധം കാരണം ആ സസ്പെൻഷൻ എക്സ്റ്റെൻഡ് ചെയ്തു. ലൈക്ക് അവനൊരു പിന്നെ ഒരു 2 weeksോളം അവൻ ആ സസ്പെൻഷൻ, അതായത് അവനൊരു ഐസൊലേഷൻ റൂമിൽ അവൻ ഒറ്റയ്ക്ക് ഇരുത്തി, അതായത് ഒരു റൂമിൽ അവൻ മാത്രം. അത് അങ്ങനെ ഒരു 1 week 2 weeks അവൻ അങ്ങനെ ചെയ്തു. അത് മാത്രമല്ല, അത് കഴിഞ്ഞ് അവൻ എക്സാം എഴുതിയതും ആ ഐസൊലേഷൻ റൂമിലാണ് ഒറ്റയ്ക്ക് ഇരുന്നിട്ട്. അത് അവനെ ഭയങ്കരമായിട്ട് അവൻ്റെ മെൻ്റലി അവനെ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവൻ എല്ലാ ദിവസവും വീട്ടിൽ വന്നിട്ട് കരയാറുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ സ്കൂളിനെ സമീപിച്ചതാണ്. സ്കൂളിനോട് നമ്മൾ മെയിൽ അയച്ചു, അവരെ പോയി കണ്ടു, ഇതൊക്കെ പറഞ്ഞു. പക്ഷേ ആ വൈസ് പ്രിൻസിപ്പൾ ഇതൊന്നും വിട്ടുവീഴ്ചയുണ്ടായിട്ടില്ല. ഓക്കെ, ഒരു കുട്ടി എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്കൂളിലെ അധ്യാപകർ തന്നെയാണ് അവരെ തിരുത്തേണ്ടത്. അതിനൊരു കുട്ടിയെ ഈ ഒരു രീതിയിലാണോ മാറ്റേണ്ടത്? സസ്പെൻഡ് ചെയ്യുകയും കുട്ടിയെ ഒറ്റയ്ക്കൊരു മുറിയിൽ ഇരുത്തുക. പരീക്ഷ എഴുതുമ്പോൾ സ്വാഭാവികമായിട്ട് പരീക്ഷ എഴുതുമ്പോൾ ഒറ്റയ്ക്കാണെങ്കിലും കുഴപ്പമില്ല. പക്ഷെ ആ കുട്ടിയെ അങ്ങനെ തന്നെയാണ് ട്രീറ്റ് ചെയ്തത്. വീട്ടുകാർ ആ ഒരു പ്രിൻസിപ്പളെ വിളിക്കുന്നു, വൈസ് പ്രിൻസിപ്പളെ വിളിക്കുന്നു, എന്താണ് സംഭവം ചോദിക്കുമ്പോൾ ഒരു സസ്പെൻഷനെ ഒന്ന് ഒഴിവാക്കി കൊടുക്കുമെന്ന് പറയുമ്പോൾ അവർ മൈൻഡ് പോലും ചെയ്യാതെ ആ പയ്യനെ വീണ്ടും അതേ രീതിയിൽ ക്രൂശിച്ചു. അവരെല്ലാ സുഹൃത്തുക്കളും ഈ ജംസ് എന്ന സ്കൂളിനുള്ളിലാണുള്ളത്. അവരെയൊക്കെ മാറി ആ സ്കൂളിൽ നിന്ന് മറ്റൊരു സ്കൂളിലേക്ക് പോകുമ്പോൾ അവന്റെ വിഷമം എത്രത്തോളം ഉണ്ടാവും? അത് 14 വയസ്സല്ലേ, 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന പയ്യനാവും അല്ലെ. അപ്പൊ ആ ഒരു പയ്യന്റെ മുഴുവൻ സുഹൃത്തുക്കൾ ആ സ്കൂളിലാണ്. ഈ സ്കൂളിലേക്ക് അവനെ പറിച്ച് മറ്റൊരു സ്കൂളിലേക്ക് മാറ്റുന്നു. അതിന് പ്രധാനമായി കാരണം ആ ഒരു പ്രധാന അധ്യാപകനാണ്. അയാൾ ചെയ്ത ഒരു കാര്യം ആലോചിച്ച് നോക്കി. അവനെ പറഞ്ഞു തിരുത്തേണ്ട അധ്യാപകർ, ഈ അധ്യാപകരുടെ മൈൻഡ് ഒന്ന് ആലോചിച്ച് നോക്കി. ഗവൺമെന്റ് സ്കൂളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കുക പോലുമില്ല. ഇത് പ്രൈവറ്റ് സ്കൂളുകളിലൊക്കെ ആകുമ്പോൾ കിട്ടും, ഇങ്ങനെയൊക്കെ തന്നെ കിട്ടുക. അങ്ങനെ അവിടെ നിന്ന് ഇവിടേക്ക് മാറ്റി പറച്ച് കൊണ്ടുവച്ചപ്പോൾ അവനെ ഇവിടെയുള്ള ആളുകൾ പുതിയൊരു പയ്യനല്ലേ അങ്ങ് കൊടുക്കാം എന്ന് വിചാരിച്ചുകൊണ്ട് അവരുടെ മനസ്സിനകത്തുള്ള ജീർണിച്ച ചിന്താഗതി കൊണ്ട് ചെയ്തു കൂട്ടിയ പാവം. ഈ പാപത്തിന് അവർ ഉത്തരം പറഞ്ഞേ നോക്കൂ. ഓക്കെ, അതിനുശേഷമാണ് ഈ ഗ്ലോബൽ പബ്ലിക് സ്കൂളിലേക്ക് എത്തുന്നത്. ഈ ഗ്ലോബൽ പബ്ലിക് സ്കൂളിലെ അധികൃതരുമായി നിങ്ങൾ എപ്പോഴെങ്കിലും സംസാരിച്ചിരുന്നോ ഇതേ സംഭവത്തിന് ശേഷം? ഇപ്പോൾ ഇങ്ങനെ ഈ ചാറ്റുകളിൽ നിന്നൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കിയ ശേഷം അവരുമായി സംസാരിക്കാൻ പറ്റിയിട്ടുണ്ടോ? നമുക്ക് കിട്ടിയ ചാറ്റും നമുക്ക് കിട്ടിയ പ്രൂഫും എല്ലാ കാര്യങ്ങളും നമ്മൾ
സ്കൂളിനെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ സ്കൂളിനെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ അവർക്കൊരു മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് കിട്ടിയ റിപ്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെല്ലാ ഡീറ്റെയിൽസും പോലീസിന് കൊടുത്തിട്ടുണ്ടെന്നാണ്. അല്ലാതെ വേറൊരു അപ്ഡേറ്റും നമുക്ക് സ്കൂളിൻ്റെ ഭാഗത്തുനിന്ന് തന്നിട്ടില്ല. പരമാവധി ആ സ്കൂളിലത്തെ ആളുകൾ മൈൻഡ് ചെയ്യില്ല ആരെയും. അവരുടെ ബിസിനസ് തകരാൻ പോവുകയാണ്. ഈ ഒരു പയ്യൻ എന്ത് സംഭവിച്ചാൽ ഇവർക്കൊന്നും സംഭവിക്കാനില്ല. ഇതിപ്പോ ഒരു കേസായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഒന്നും അറിയില്ല എന്ന് പറഞ്ഞ് പതുക്കെ ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നെയും ഇവന്റെ സ്ഥാനത്തേക്ക് മറ്റുള്ള സ്കൂളുകളിൽ നിന്ന് പല കുട്ടികളും വരും. അങ്ങനെ ആ കുട്ടികളെയും വെച്ച് ഇതേ രീതിയിലൊക്കെ തന്നെ ഇവർ മുന്നോട്ട് കൊണ്ടുപോകും. പ്രൈവറ്റ് സ്കൂളുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയൊക്കെ നമ്മളെ സ്റ്റാറ്റസിന്റെ ഭാഗമായിട്ടാണല്ലോ കോട്ടും സൂട്ടും ഇടണമല്ലോ നമ്മളെ മക്കള് അവിടെ പോയി പഠിക്കുമ്പോൾ. അതിനുവേണ്ടി നമ്മൾ അങ്ങോട്ട് കൊണ്ടിടുന്നത്. അപ്പൊ അതിന്റെ അകത്ത് ഇങ്ങനെയുള്ള കുറെ മണ്ടത്തരങ്ങളും കൊണ്ട് സംഭവിക്കുക എന്നുള്ളതാണ്. ഇനി ഇതൊന്നല്ല, ഞെട്ടിക്കുന്ന മറ്റൊരു സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്കൂളിൽ ഇന്നൊന്നല്ല തുടങ്ങിയതൊന്നല്ല ഇത്രയും പ്രശ്നങ്ങൾ. ഇവർ ഈ ഒരു പോസ്റ്റ് ഇട്ടപ്പോൾ അതിന്റെ അടിയിൽ വന്ന കമന്റുകളെ കുറിച്ച് അദ്ദേഹം പറയുന്നത് കേട്ടോക്കെ. അവർ സുഹൃത്തുക്കൾ പറഞ്ഞിട്ടില്ല. പക്ഷേ നമ്മൾ ഈ പോസ്റ്റ് ഇട്ടതിൻ്റെ കമൻസിലും അല്ലാതെയും നമ്മൾ ഇങ്ങനെ വേറെ കുട്ടികളും അവിടെ പിന്നെ ഇങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ കണ്ടുണ്ടായി. അതായത് പോസ്റ്റിലെ മെസ്സേജസിലും അല്ലാതെ വേറെ കുറച്ച് പേഴ്സണൽ മെസ്സേജസും, അതായത് ഇങ്ങനത്തെ അനുഭവങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് പേഴ്സണൽ മെസ്സേജസും വന്നിട്ടുണ്ടായി. ഓക്കെ, അപ്പൊ ഗ്ലോബൽ സ്കൂളിൽ, തൃപ്പൂണിത്തറ ഗ്ലോബൽ സ്കൂളിലുള്ള ഒരുപാട് പഴയ വിദ്യാർത്ഥികളൊക്കെ ഇപ്പോൾ ഇയാളുടെ ഈ ഒരു കമന്റിന്റെ വീഡിയോന്റെ അടിയിൽ വന്ന് കമന്റ് ചെയ്ത കാര്യങ്ങളാണ് നിങ്ങൾ കേട്ടത്. ഇവർക്കും ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത്. എന്തെങ്കിലും ഒരു സംഭവം നടക്കുമ്പോൾ, ഒരു റാഗിങ് നടന്നു കഴിഞ്ഞാൽ കുറച്ച് ദിവസമൊക്കെ ഇതിന്റെ ഒരു വാർത്തയും കാര്യങ്ങളും ഉണ്ടാവും. ഒരാളുടെ ജീവൻ നഷ്ടപ്പെട്ടാലും കുറച്ച് ദിവസം, അത് കഴിഞ്ഞാൽ ഈ ഒരു സംഭവം ജനങ്ങൾ അങ്ങ് മറക്കും. പിന്നെയും പ്രൈവറ്റ് സ്കൂളുകളിലേക്കൊക്കെ നമ്മളെ കുട്ടികൾ നമ്മൾ കൊണ്ടുപോയി ചേർക്കും. വീണ്ടും പ്രശ്നം ഉണ്ടാവും, വീണ്ടും അത് മറക്കും. അങ്ങനെ മറന്നും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയായിട്ട് മാറിയിട്ടുണ്ട് ഇതല്ലേ. അപ്പോൾ വീഡിയോ കാണുന്ന ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ രക്ഷിതാക്കളോടാണ് എനിക്ക് പറയാനുള്ളത്, നിങ്ങളെ മക്കൾക്ക് എന്ത് ദുരനുഭവം ഉണ്ടായാലും നിങ്ങളോട് പറയാനുള്ള ഒരു മനോഭാവം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. നല്ല സുഹൃത്തായി തുടർന്നാൽ അതൊക്കെ മനസ്സിലാക്കാൻ കഴിയും. കുട്ടിക്ക് മാതാപിതാക്കളോട് സ്നേഹം വേണം, അതുപോലെ തന്നെ ചെറിയൊരു ഭയവും വേണം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ എന്തെങ്കിലും തെറ്റിലേക്ക് പോകുമ്പോൾ അയ്യോ അമ്മ അങ്ങനെ പറയും, അല്ലെങ്കിൽ അച്ഛനുണ്ടല്ലോ, ആ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ മാറ്റിയെടുക്കണം. അല്ലെങ്കിൽ ഈ കുട്ടി ഇത് മനസ്സിൽ വെച്ച് നടന്നതുകൊണ്ടാണ്. അന്ന് തന്നെ ഇത് അറിയിച്ചിരുന്നെങ്കിൽ ആ പയ്യന്മാരൊക്കെ ഇന്ന് കൊണ്ടുപോയി ഇടാൻ പറ്റിയിരുന്നു, നല്ല ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ കഴിയുമായിരുന്നു. സ്കൂളിന്റെ കാര്യം പുറത്തേക്ക് അറിഞ്ഞിരുന്നു. ആ പയ്യൻ അത് പറയാൻ മടിച്ചു, പേടിച്ചു. അവന് നാണക്കേടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അത് മനസ്സിൽ വെച്ച് അവസാനം അവൻ ഈ ലോകത്തോട് തന്നെ വിട പറഞ്ഞു എന്നുള്ളതാണ്. പരമാവധി വീഡിയോ ഷെയർ ചെയ്യണം, പരമാവധി ആളുകളിലേക്ക് എത്തണം. നമ്മുടെ മക്കൾക്ക് ഇത്തരം ദുരനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അത് തുറന്നു പറയാനുള്ള ഒരു മനോഭാവം ഉണ്ടാക്കിയെടുക്കാൻ നമ്മളെ കൊണ്ട് കഴിയട്ടെ. ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ വിളിക്കുക. വീണ്ടും പുതിയ വാർത്താവിശേഷങ്ങളുമായി ഞാൻ വരും. ഇതുവരെ സന്ദീപ് എടപ്പാൾ, സൈനിങ് ഓഫ്.